പകല് മുഴുവൻ പട്ടാളക്കാരനാന്നും പറഞ്ഞ എന്തൊക്കെ അഭ്യാസങ്ങളാ. രാത്രി പ്രേതത്തിനെ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങില്ല. ആണുങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കാതെ ഡ്യൂട്ടിക്ക് പോകും ഗോപി. പേടി എനിക്കല്ലേ? അയ്യോ എന്താ ഗോപിയേട്ടാ ഇത്? ഞങ്ങളൊക്കെ രാത്രി പുറത്തിറങ്ങി നടക്കാറില്ലേ? നിങ്ങൾ മാത്രം എന്താ ഈ പ്രേതങ്ങളെയൊക്കെ കാണുന്നു പറഞ്ഞ്? പ്രേതത്തെ കാണാൻ പറ്റുമെന്ന് എനിക്കല്ലേ അറിയൂ. മനുഷ്യരല്ലല്ലോ, പ്രേതങ്ങളല്ലേ. മിലിറ്ററി അറ്റാക്കിലൂടെ തുരുത്തി പിടിക്കാൻ പറ്റൂ. എല്ലാം മനസ്സിന്റെ പേടിയുണ്ടാ. ആ സൈക്കാട്രിസ്റ്റും പറഞ്ഞല്ലേ, രാത്രിയിൽ പേടിച്ച് പതുങ്ങിയിരിക്കാതെ പുറത്തിറങ്ങി നടക്കണം, എന്നാലേ ഗോപിയേട്ടന്റെ പ്രശ്നം മാറുള്ളൂ. ആ നിനക്കൊരു ഫോണുണ്ട്. എന്റെ ബുള്ളറ്റ് കേടാ, എന്നെ കൊണ്ട് വിട്ടിട്ട് നീ പോയാ മതിട്ടാ. കറണ്ട് കെട്ട് കഴിച്ചോടെ പിന്നെ കറണ്ട് പോയോ? ഇനിയേ ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ഗോപി തന്നെ ഇറക്കിട്ട് എനിക്ക് ഷൂട്ടിങ്ങിന് പോണതാ. ഷൂട്ടിങ് നാളെ അല്ലേ? റെഡി. പട്ടി എന്താ തോന്നിയതാ? പേടിയാൻ ഇങ്ങനെയുണ്ടോ? പേടിയോ? എനിക്കോ? പിന്നെ ഇതിന് ലജ്ജ എന്നാണോ പറയുന്നത്? വിട് വിട് റാഫി, കാശ്മീരിലെ ലാൽ ചൗക്ക് മാർക്കറ്റ് നിനക്കറിയില്ലല്ലോ, ഭീകരന്മാരുടെ കേന്ദ്രമാണ്. ഇതുപോലൊരു രാത്രി അവിടെ കയറി 11 തീവ്രവാദികളെ പിടിച്ചവനാണ്. രാജഗോപാൽ സാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനാ ലീഡ് ചെയ്തത്. എനിക്കാ ഈ രാത്രി സൈക്കിളിൽ. നീ എന്താ സൈക്കിൾ സ്പീഡിൽ ഓടിക്കുന്നത്? എന്റെ കഥ കേട്ട ആവശ്യം കൊണ്ടിട്ടാണ്. അടുത്ത പട്ടാളക്ക തുടങ്ങുന്ന മുമ്പ് അവിടെ ഇറക്കി വിടണ്ടേ? അതിനാ. ബാലൻസ് ഞാൻ പിന്നെ കേട്ടോളാം. സ്റ്റോപ്പ് എത്തി. ഇറങ്ങ. നാളെ തന്നെ എത്തിയേക്കണേ. വേണ്ട, ഇപ്പൊ തന്നെ എത്താം. വന്നല്ലോ ജവാൻ. അത് ശരി, നേരെ ഉരുട്ടി അവിടെ വെള്ളോടിയാണല്ലേ? നിനക്ക് എന്തുട്ട് ഇത്ര ആശ്ചര്യം? നീ കേരളത്തിലല്ലേ ജീവിക്കുന്നത് സ്നേഹിത? തീവ്രവാദി ആക്രമണത്തിൽ നിന്ന് ഡാമിനെ രക്ഷിക്കാനാ സാറന്മാരെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നു, അല്ലാതെ വെള്ളോടിച്ച് കിടന്ന് പൂസായിട്ട് ഉറങ്ങാനല്ല. ഉണ്ടായിരുന്ന തീവ്രവാദികളെ മുഴുവൻ പട്ടാളത്തിലായിരുന്നപ്പോ നീ കൊന്നില്ലേ? പിന്നെ ആകെ ഉണ്ടായിരുന്ന ബിൻലാദനെ അമേരിക്കക്കാരും കൊന്നു. ഇനി ഇവിടേക്ക് ആര് വരാനാ? നിന്നെ നോക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഉറങ്ങണം. അല്ല കയറുവാണോ? ഇവിടെ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തിട്ട് അകത്തേന്ന് ഉറങ്ങുന്ന ഡ്യൂട്ടി ഉറങ്ങിയാ പോരെ? നിനക്കെന്തിനാ ഞങ്ങളുടെ കമ്പനി? നല്ല ഉശിരം പ്രേതങ്ങളില്ലേ കൂട്ടിന്? രാത്രി ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ മഹത് പറയുന്ന എന്റെ പെണ്ണുമ്പിള്ള പറയാറ്. പ്രേതന്റെ പിശാചിനെന്ന് പറഞ്ഞ് വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്തിട്ടാ. ഗുഡ് നൈറ്റ്. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞൂടെ തോമസേട്ടാ? മരിച്ചാലെങ്കിൽ ഈ വലിയ നിർത്തിക്കൂടെ? ഒക്കത്തെ വലി. ഭൈരവനും വന്നു. പണ്ട് നീ അനിതയെ കമന്റ് അടിച്ചിട്ട് നിനക്കിട്ട് എൻ്റെ തന്നിട്ടുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ അന്ന് പകരം ചോദിക്കണമായിരുന്നു. ഇപ്പൊ മരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കല്ലേ വേണ്ടത്. ആരാന്ന് ചോദിച്ചു കേട്ടു. നീ ആ ജോണേട്ടന്റെ മകൾ ആലീസ് അല്ലേ? അവിടെ നിൽക്കാൻ പോരുന്നങ്ങോട്ട്. ആലീസേ, ഓ ദേ മീനാക്ഷി.
നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാന സ്തംഭമായ ഡാമിന്റെ 20ാം വാർഷികം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചതിന്റെ വരവ് ചെലവ് നീക്കിയിരിപ്പ് കണക്കുകൾ ഇട്ടി സാറ് വായിക്കാൻ പോവുകയാണ്. സ്റ്റേജ് കെട്ടാൻ വളരെ വില കുറച്ച് മുള വാങ്ങാൻ തൊടുപുഴയിൽ പോയി. മുള കിട്ടിയില്ല, ചെലവ് 1000. മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി, മുള കിട്ടിയില്ല, ചെലവ് 2000. മുള വാങ്ങാൻ ചെറുതോണിയിൽ പോയി, മുള കിട്ടിയില്ല, ചെലവ് 5000. എന്നിട്ട് മുള കിട്ടിയോ പ്രസിഡന്റ്? അത് പറ. ഇവനാ സ്വന്തമായി ഡാമുള്ള ഒരു പഞ്ചായത്തിനെ അതിൻ്റെതായ പല ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാനുണ്ടാവും. ഇതിനിടയ്ക്ക് നനക്കെന്താടാ കാര്യം? ഒന്നുമില്ലെങ്കിലും ഡാമിന് വേണ്ടിയുള്ള സമരത്തിനിടയ്ക്ക് പോലീസിന്റെ വെടികൊണ്ട് മരിച്ചൊരു പാവത്തിന്റെ മകനല്ലേ ഞാൻ. ഡാമിന്റെ പേരിൽ കള്ളക്കണക്ക് എഴുതി പഞ്ചായത്തിൽ നിന്ന് എത്രമാത്രം കമഴ്ത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രജകൾ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഞാനേ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ആഹാ, പേടിപ്പനിക്കുള്ള കഷായമൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ പേടിത്തൊണ്ടനല്ല എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടി ഇങ്ങനെ ചിലതൊക്കെ കാട്ടിക്കൂട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതൊന്നുമല്ല, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധത. അയ്യോ, സെക്രട്ടറി സാറ് പുതിയതായത് കൊണ്ടാ. ഇയാളെ അറിയില്ലല്ലോ. ഇയാള് പണ്ട് പട്ടാളത്തിലായിരുന്നു. കാർഗിൽ യുദ്ധകാലം മരിച്ച പട്ടാളക്കാരെ ത്രിവർണ പതാക പുതപ്പിച്ചു കൊണ്ടുവരും. ടിവിയിലും പത്രത്തിലുമൊക്കെ അതിന്റെ ന്യൂസ് വന്ന് പല പഞ്ചായത്തുകളും പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന കാലം. ഇയാളും ഇതുപോലെ മരിച്ച് തിരിച്ചു വരുമെന്നും ഞങ്ങൾക്കൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റുമെന്നും വിചാരിച്ചിരിക്കുമ്പോൾ ഇവന്റെ യുദ്ധം പേടിച്ച് തിരിച്ചു ഓടിപ്പോന്നിരിക്കുന്നു. പേടിത്തൊണ്ടൻ. ഞാൻ യുദ്ധം പേടിച്ച് ഓടിപ്പോന്നൊന്നും അല്ല. പിന്നെ യുദ്ധത്തിനിടയ്ക്ക് ഒരു ബോംബ് പൊട്ടി എന്റെ കണ്ണിന് മുറിവ് പറ്റി ഞാൻ കുറച്ച് നാൾ ആശുപത്രിയിലായിരുന്നു. അതെന്റെ കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് എന്റെ മേജർ രാജഗോപാൽ സാർ എന്നെ നിർബന്ധിച്ച് പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു. എന്നിട്ട് ഇത്രയും കാലമായിട്ടും കണ്ണിനൊന്നും സംഭവിച്ചില്ലല്ലോ. ബോംബ് സ്ഫോടനെ നീ ബോംബ് കണ്ടിട്ടുണ്ടോ? സാർ, ഞാൻ പറയുന്നത് സത്യമാണ്. ധീരതയ്ക്കുള്ള മെഡൽ കിട്ടിയിട്ടുള്ള പട്ടാളക്കാരനാണ്. ഇവന് ധീരതയ്ക്കുള്ള മെഡൽ കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം ഇവന്റെ രാജഗോപാലൻ സാറ് തീവ്രവാദികളെ പോയി പിടിക്കാൻ പറഞ്ഞു. എല്ലാവരും പോവാൻ തയ്യാറായി. ഇവൻ മാത്രം സാർ എനിക്ക് പോവാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജഗോപാലൻ സാർ ഇവന്റെ അടുത്ത് ചെന്ന് എന്റെ മുഖത്ത് നോക്കി ഇത്രയും പറയണമെങ്കിൽ നീ ധീരൻ തന്നെ എന്ന് പറഞ്ഞു.